Wake up early and tackle the day before it tackles you. നമ്മളൊക്കെ ഒത്തിരി ആഗ്രഹിച്ചിട്ടുള്ള ഒരു കാര്യമാണ് നേരത്തെ എഴുന്നേക്കണം. അല്ലെങ്കിൽ നമ്മൾ ഒത്തിരി പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് നേരത്തെ എഴുന്നേറ്റ് ദിവസം തുടങ്ങണം. എന്തിനാണ് നമ്മൾ നേരത്തെ എഴുന്നേക്കേണ്ടത്? ഒന്നാമത്തെ കാര്യം ഡിസിപ്ലിൻ. നമുക്ക് വിൽ പവർ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. നമ്മൾ മടുത്തു പോകുമ്പോഴും നമ്മൾ മുമ്പോട്ടൊരു കാര്യം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത് നമ്മുടെ വിൽ പവറാണ്. നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ പ്രവൃത്തിയിൽ കൊണ്ടുവരാൻ നമ്മളെ സഹായിക്കുന്നത് വിൽ പവറാണ്. വിൽ പവറിനെ വെല്ലുവിളിക്കുന്നത് നമ്മുടെ മാനുഷികമായ പ്രവണതകൾ തന്നെയാണ്. അതിലൊന്നാണ് നമ്മുടെ സുഖകരമായ കാര്യങ്ങളിൽ തങ്ങി നിൽക്കുക എന്നുള്ളത്. ഇവിടെയാണ് നമ്മുടെ വിൽ പവറിനെ സ്ട്രെങ്തൻ ചെയ്യേണ്ടത്. അതിലേറ്റവും കീ ഫാക്ടറുകളിലൊന്നാണ് നേരത്തെ എഴുന്നേൽക്കുക എന്നുള്ളത്, നമ്മുടെ ഉറക്കത്തെ അതിജീവിക്കുക എന്നുള്ളത്, ഡിസിപ്ലിൻ. നമ്മൾ നേരത്തെ ഉണരാൻ പഠിക്കുമ്പോൾ, പ്രാക്ടീസ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ വിൽ പവർ സ്ട്രെങ്തൻഡ് ആകും. ഈ ഡിസിപ്ലിൻ ബാക്കി എല്ലാ കാര്യങ്ങളിലും റിഫ്ലക്റ്റ് ചെയ്യുമെന്നുള്ളതാണ്. നമുക്ക് ബാക്കി എല്ലാ കാര്യങ്ങളിലും കൂടുതൽ കൺട്രോൾ കിട്ടും. നമ്മുടെ കയ്യിൽ കൂടുതൽ നമ്മുടെ പ്രവൃത്തികൾ നിൽക്കുന്നത് പോലെ നമ്മൾ തോന്നും. വെറുതെ സാഹചര്യങ്ങൾക്കനുസരിച്ച് ഒഴുകി നടക്കാതെ നമ്മുടെ തീരുമാനങ്ങൾ നമ്മൾ പ്രവൃത്തിയിൽ കൊണ്ടുവരുന്നത് നമ്മൾ കാണും. അതുമാത്രമല്ല, രാവിലത്തെ സമയം എന്ന് പറയുന്നത് വളരെ നിശബ്ദമായിട്ടുള്ള ഒരു സമയമാണ്. നമുക്ക് ചിന്തിക്കാൻ, നമുക്ക് ഫ്രഷ് ആയിട്ടൊരു ദിവസം തുടങ്ങാൻ പറ്റിയൊരു സമയമാണ്. നമ്മുടെ സ്വപ്നങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ, അന്നത്തെ ദിവസം പ്ലാൻ ചെയ്യാൻ, അതിനൊക്കെ വേണ്ടി നമ്മൾ മാറ്റിവെക്കേണ്ട സമയമാണ് ഈ രാവിലത്തെ ഫ്രഷ് ടൈം എന്ന് പറയുന്നത്. നമ്മൾ ദിവസം തുടങ്ങുമ്പോൾ തന്നെ ഒരു ക്വിക്ക് ബൂസ്റ്റോടെ തുടങ്ങുക എന്നുള്ളതാണ്. ക്വിക്ക് ബൂസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ലോങ് ടൈമിലേക്കുള്ള ഒരു എക്സസൈസ് അല്ല ഉദ്ദേശിക്കുന്നത്. മറിച്ച് നമ്മൾ എഴുന്നേൽക്കുമ്പോൾ തന്നെ എന്തെങ്കിലും ഒരു ചെറിയ എക്സസൈസ് വിഗ്രസ് ആയിട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ, ഒരു 20 പുഷപ്സ്, ഒരു 20 സിറ്റപ്സ്, അങ്ങനെ എന്തെങ്കിലും വിഗ്രസ് ആയിട്ട് ബോഡി ആക്റ്റീവ് ആക്കാൻ ചെയ്യുക എന്നുള്ളതാണ്. ഇനി നേരത്തെ എഴുന്നേൽക്കുന്നത് കൊണ്ടുള്ള ഏറ്റവും വലിയ ഗുണങ്ങളിൽ ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സമയം നമുക്ക് കൂടുതൽ പ്രൊഡക്റ്റീവായിട്ട് ഉപയോഗിക്കാൻ പറ്റുമെന്നുള്ളതാണ്. ബാക്കിയുള്ളവർ 8 മണിക്കും 7 മണിക്കുമൊക്കെ എഴുന്നേറ്റ് ദിവസം തുടങ്ങുമ്പോഴേക്കും നമ്മൾ അന്നത്തെ ദിവസം പ്രവൃത്തിയിലേക്ക് ആരംഭിച്ചു കഴിഞ്ഞു. നമ്മൾ അന്നത്തെ ജോലികൾ ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞു. നന്നായിട്ട് തുടങ്ങുന്നത് പകുതി ചെയ്തതിന് തുല്യമാണെന്ന് നമ്മൾ പറയും. അതാണ് ശരിക്കും ഇവിടെ സംഭവിക്കുന്നത്. നമ്മൾ നേരത്തെ എഴുന്നേൽക്കുമ്പോൾ നമുക്കൊരു ഫീലിംഗ് കിട്ടും, ഇന്ന് കൂടുതൽ സമയം എനിക്ക് കിട്ടിയെന്നുള്ളത്. ഇനി നമ്മൾ ചിന്തിക്കുകയാണ്, എങ്ങനെ ഇത് പ്രാവർത്തികമാക്കാം, എങ്ങനെ എനിക്ക് നേരത്തെ എഴുന്നേൽക്കാൻ പറ്റും. ഞാൻ ഒത്തിരി ട്രൈ ചെയ്തു, പക്ഷേ എന്നെക്കൊണ്ട് പറ്റുന്നില്ല. എനിക്ക് ഒത്തിരി ആഗ്രഹമുണ്ട്, പക്ഷേ എന്നെക്കൊണ്ട് പറ്റുന്നില്ല. അലാറം അടിക്കുമ്പോൾ ഞാൻ സ്നൂസ് ചെയ്തിട്ട് വീണ്ടും കിടന്നുറങ്ങുകയാണ്. അലാറം അടിക്കുമ്പോൾ ഞാൻ സ്റ്റോപ്പ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഫോണിൻ്റെ ബാറ്ററി ഊരിയിട്ട് വീണ്ടും കിടന്നുറങ്ങുകയാണ്. എനിക്ക് എഴുന്നേൽക്കാൻ പറ്റുന്നില്ല. ഞാൻ വീണ്ടും 8 മണി 9 മണിയൊക്കെ ആയിട്ടാണ് കണ്ണ് തുറക്കുന്നത്. ഓക്കെ, ഇതിന് നമ്മൾ പ്രാക്ടിക്കലായിട്ട് നേരിടണം. ഒന്നാമത്തെ കാര്യം ഏർലിയർ ബെഡ് ടൈമാണ്. ഒരു ആരോഗ്യകരമായ മനുഷ്യന് 7 മുതൽ 8 മണിക്കൂർ വരെ ഉറക്കം വേണം. നമ്മൾ അതനുസരിച്ച് നേരത്തെ കിടക്കുന്നുണ്ടെന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. ഉറക്കത്തെ നമ്മൾ അൺപ്രൊഡക്റ്റീവായിട്ടുള്ള ടൈമായിട്ട് കാണരുത്. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളിലൊന്നാണ് ഉറക്കം. ആ സമയത്താണ് നമ്മൾ ഒരു ദിവസം അനുഭവിച്ച കാര്യങ്ങളെ മുഴുവൻ ബ്രെയിൻ ക്രോഡീകരിക്കുന്നതും അറേഞ്ച് ചെയ്യുന്നതുമെല്ലാം. നമ്മുടെ ബ്രെയിനിൻ്റെ പ്രോസസ്സിങ്ങിനെ ഫാസ്റ്റാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട എലമെൻ്റാണ് ഉറക്കം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഉറക്കത്തെ ഒരിക്കലും കോംപ്രമൈസ് ചെയ്യരുത്. നമുക്ക് നേരത്തെ എഴുന്നേക്കണോ, നേരത്തെ ഉറങ്ങാൻ കിടക്കുക. രണ്ടാമത്തെ പോയിന്റ്, അൺപ്ലഗ്. ഒരു 30 മിനിറ്റ് 40 മിനിറ്റ് മുമ്പ് തന്നെ നമ്മുടെ ഫോണുകളും ലാപ്ടോപ്പുകളും മാറ്റിവെക്കുക എന്നുള്ളതാണ്. നമ്മുടെ ബ്രെയിൻ ലൈറ്റ് സെൻസിങ് കപ്പാസിറ്റി ഉള്ളതാണ്. സ്ക്രീനുകളിൽ നടിക്കുന്ന ബ്ലൂ ലൈറ്റ് എമിഷൻസ് നമ്മുടെ ശരീരത്തിലെ മെലാറ്റോണിൻ ലെവൽസിനെ ഡിസ്റ്റർബ് ചെയ്യും. ഇത് നമ്മുടെ ഉറക്കത്തെയും ഡിസ്റ്റർബ് ചെയ്യും. അതുകൊണ്ട് സ്ക്രീനുകളുടെ വെളിച്ചത്തിൽ നിന്ന് നമ്മൾ മാറി നിൽക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ലേറ്റ് നൈറ്റ് ഫുഡ്, രാത്രി ഭക്ഷണം കഴിയുന്നിടത്തോളം ലൈറ്റാക്കുക എന്നുള്ളതാണ്. കാരണം നമ്മുടെ എനർജി ഈ ഭക്ഷണം ദഹിപ്പിക്കുന്നതിലേക്ക് നമ്മുടെ ബോഡി റീഡയറക്റ്റ് ചെയ്യും. എത്രത്തോളം ലൈറ്റ് ആക്കാമോ അത്രത്തോളം നന്നായി നമുക്ക് ഉറങ്ങാൻ കഴിയും. അതുപോലെ തന്നെ കോഫി, എനർജി ഡ്രിങ്ക്സ് എല്ലാം ഒഴിവാക്കുക. ഇനി നാലാമത്തെ ഒരു പ്രാക്ടിക്കൽ ടിപ്പാണ് അലാറം നമ്മുടെ കട്ടിൻ്റെ അടുത്ത് വെക്കാതെ അകലത്തിൽ വെക്കുക എന്നുള്ളത്. ഇത് സ്വാഭാവികമായിട്ടും അലാറം അടിക്കുമ്പോൾ നമുക്ക് എഴുന്നേറ്റ് പോയി ഓഫാക്കേണ്ട ഒരവസ്ഥ വരും. നമുക്ക് കിട്ടുന്നൊരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് ഉണ്ട് ഞാൻ എഴുന്നേറ്റിരിക്കണോ അതോ വീണ്ടും ബെഡിലേക്ക് കിടക്കണോ എന്ന് ചിന്തിക്കാൻ. ആ സമയത്ത് നമ്മൾ ചൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഐ എം ഗോയിങ് ടു ലീവ് ദിസ് ഡേ. അഞ്ചാമതായിട്ട് വളരെ പ്രാക്ടിക്കലായിട്ടും വളരെ ഹെൽപ്ഫുള്ളായിട്ടുള്ള ഒരു കാര്യമാണ് അലാമി ആപ്പ്. അലാമി ആപ്പിൽ അലാം ഓഫ് ചെയ്യണമെങ്കിൽ നമ്മളൊരു മാത്തമാറ്റിക്കൽ പ്രോബ്ലം ചെയ്യുകയോ അല്ലെങ്കിൽ ഫോൺ ഷെയ്ക്ക് ചെയ്യുകയോ അങ്ങനെ ടാസ്കുകൾ ചെയ്യുക ചെയ്യണം. അത് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഇത് വളരെ ഹെൽപ്ഫുള്ളായിട്ടുള്ള ഒരു കാര്യമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഇനി എല്ലാത്തിൻ്റെ അപ്പുറത്ത് നമുക്ക് രാവിലെ എഴുന്നേൽക്കണമെങ്കിൽ ഏറ്റവും കൂടുതൽ വേണ്ടത് ആഗ്രഹമാണ്. ശരിയാണ്, ഈ ഭൂമിയിലുള്ള എല്ലാവർക്കും തോന്നും ഒന്ന് കിടക്കണം, വീണ്ടും കിടക്കണം, ജസ്റ്റ് ടു കണ്ടിന്യൂ ദ സ്ലീപ്പ്. ആ തോന്നുന്ന മൊമെൻറ്റിൽ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ ഓവർകം ചെയ്യാൻ പറ്റുന്നുണ്ട്. ക്യാൻ യു ജസ്റ്റ് ഗെറ്റ് ഓഫ് ദാറ്റ് ബെഡ്? ക്യാൻ യു ജസ്റ്റ് സ്റ്റാർട്ട് ദ ഡേ?
Can you just shift the gears? That will decide you. That will decide your day. Make a decision today. You will wake up early. You will start your day early because you have got dreams to chase. Because you have got a vision in your life. You are ready to hustle. You are ready to give everything for